നമസ്കാരം. മറയൂർ പള്ളനാട് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 8 വയസ്സുള്ള വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ മറയൂർ ഡി.എഫ്.ഒ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഡി.എഫ്.ഒ ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധം ബി.ജെ.പി ദേവികുളം നിയോജകമണ്ഡലം പ്രസിഡന്റ് ജയപാൽ സേതുരാമൻ ഉദ്ഘാടനം ചെയ്തു. വനംവകുപ്പിന്റെ വീഴ്ചയാണ് കാട്ടുപോത്ത് ആക്രമണത്തിന് കാരണമെന്നും മുഖ്യമന്ത്രിയും വനംവകുപ്പ് മന്ത്രിയും ഇടപെട്ട് വന്യമൃഗ ആക്രമണം ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ജയപാൽ സേതുരാമൻ ആവശ്യപ്പെട്ടു. പള്ളനാട് ഭാഗത്ത് 8 വയസ്സുള്ള പ്രായമുള്ള സ്കൂൾ കുട്ടി, ആ കൊച്ചുമോന് യാഥാർത്ഥ്യമായിട്ട് നടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ വീടിന്റെ മുറ്റത്ത് കാട്ടുപോത്ത് ഇടത് മാർവിൽ കുത്തി ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജോ ആ ഭാഗത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഇത് ഫോറസ്റ്റിൽ നിരന്തരം ഈ മാസം തന്നെ ഈ ദേവികുളം മണ്ഡലത്തിൽ തന്നെ നിരവധി ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇന്ന് സ്കൂൾ കുട്ടികൾക്ക് പോലും സുരക്ഷയില്ലെങ്കിൽ പിന്നെ ഇവിടെ ഉദ്യോഗസ്ഥന്മാരെന്തിനാ, അതുപോലെ സർക്കാർ എന്തിനാ, മിനിസ്റ്റർ എന്തിനാണ്, മുഖ്യമന്ത്രി എന്തിനാണ്? ഇതിന് മറുപടി പറയേണ്ടത് ബഹുമാനപ്പെട്ട വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട വനവകുപ്പ് മന്ത്രിയും തീർച്ചയായിട്ടും ഈ കുഞ്ഞു ബാലന്മാർക്കൊക്കെ ഇങ്ങനെ ഗുരുതര അവസ്ഥ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടാക്കുന്ന സർക്കാർ മറുപടി പറയേണ്ടതുണ്ട്. അതുപോലെ ഈ പറയുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ, DFO ആയിക്കോട്ടെ, റേഞ്ച് ഓഫീസർ ആയിക്കോട്ടെ, ACF ആയിക്കോട്ടെ, ഇവർക്കെതിരെ ഇതുപോലെ നടപടികൾ ജനങ്ങൾക്ക് ഉത്തരം വരുവാണെങ്കിൽ കേസെടുക്കാനുള്ള നടപടിയെടുക്കണം. പ്രശ്നത്തിന് പരിഹാരം കാണും വരെ പ്രതിഷേധം തുടരുമെന്നും ഇത് സൂചന മാത്രമെന്നും അധികൃതർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ സമരപരിപാടികൾ കൂടുതൽ ശക്തമാക്കുമെന്നും പാർട്ടി നിയോജകമണ്ഡലം സെക്രട്ടറി ജയകുമാർ പറഞ്ഞു. സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ബന്ധപ്പെട്ട അധികൃതർ ഉടൻ നടപടികൾ സ്വീകരിക്കണമെന്നും അവഗണന തുടർന്നാൽ പാർട്ടി കൈയും കെട്ടി നോക്കി നിൽക്കില്ലെന്നും ബി.ജെ.പി കാന്തല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് പാണ്ടിമണി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മറയൂർ വിഷൻ.